പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ഈ വചന പഠനത്തിൻ്റെ ഈ നിമിഷങ്ങളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 30 മുതലുള്ള വാക്യങ്ങളാണ്. അതിൽ 34-ാമത്തെ വാക്യം വരെയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത്. മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യം ഒരിക്കൽ കൂടി ഞാൻ വായിക്കുകയാണ്. മർക്കോസ് 6:34. അവൻ കരയ്ക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു. അവരോട് അവന് അനുകമ്പ തോന്നി, കാരണം അവർ ഇടയനില്ലാത്ത ആട്ടിൻ പറ്റം പോലെ ആയിരുന്നു. അവൻ അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു നല്ല നേതാവില്ലാത്തതിൻ്റെ സൊല്യൂഷനായിട്ട് കർത്താവ് എന്താണ് ചെയ്തത്? പഠിപ്പിച്ചു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും സഭയുടെ വലിയൊരു ഉത്തരവാദിത്തമാണ് പ്രബോധനം കൊടുത്തുകൊണ്ടേയിരിക്കണം, പഠിപ്പിച്ചുകൊണ്ടേയിരിക്കണം. മനസ്സിലായോ? അതുകൊണ്ട് പ്രവാചകന്മാർ പറയുന്നുണ്ട്, അജ്ഞത കൊണ്ട് എൻ്റെ ജനം നശിച്ചുപോയി എന്ന് പറയുന്നുണ്ട്. അജ്ഞത, അറിവില്ലായ്മ കൊണ്ട്. അതുകൊണ്ട് നമ്മൾ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, അതിങ്ങനെ നമ്മളിപ്പോൾ മൈക്കിലൂടെ അല്ലെങ്കിൽ യൂട്യൂബിലൂടെ ചാനലിലൂടെയുള്ള പഠിപ്പീര് മാത്രമല്ല, ഒറ്റയ്ക്കൊറ്റയ്ക്ക് ആളുകളോട് സംസാരിക്കുമ്പോഴും പഠിപ്പിക്കണം, പറഞ്ഞു കൊടുക്കണം. മനസ്സിലായില്ലേ? അത് അച്ഛന്മാർ, സിസ്റ്റേഴ്സ് മാത്രമല്ല, കുടുംബനാഥൻ, അമ്മ, സഹോദരൻ, സഹോദരി. ഇപ്പം ഇതാണൊരു ക്രിസ്ത്യൻ കൾച്ചർ. എന്താണ്? നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിച്ചു കൊണ്ടേയിരിക്കണം. അതിന് പൗലോസ് പറയുന്നതാണ്, അവരെ വ്യർത്ഥ ഭാഷണത്തിൽ ഏർപ്പെടാതെ നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിച്ചു കൊണ്ടേയിരിക്കണം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വ്യർത്ഥവാക്കിന് കണക്ക് കൊടുക്കേണ്ട വരുമെന്നാണ് പറയുന്നത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്തെന്നറിയാം, നമ്മൾ ഒരാളോടൊരു കാര്യം സംസാരിക്കുമ്പോൾ അയാൾക്ക് ആത്മാവിന് ഉണർവ് കിട്ടുന്ന കാര്യങ്ങൾ സംസാരിക്കണം, അവരെ ഉണർത്തുന്ന കാര്യങ്ങൾ സംസാരിക്കണം. മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ നമ്മുടെ കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമ്മുടെ വീരവാദങ്ങളൊക്കെ പറയുന്നതിന് പകരം അവർക്ക് മനസ്സിലായി, ഒരു കാര്യം, ഒരു അനുഭവം, അല്ലെങ്കിൽ ഒരു ബോധ്യം, ഒരു ജ്ഞാനവചനം, ഒരു സങ്കീർത്തനം, അല്ലെങ്കിൽ കർത്താവ് ഇടപെട്ട ഒരു അനുഭവം, എന്ത് പറഞ്ഞാലും ശരി, അത് അവനെ ഉണർത്തുന്ന അനുഭവങ്ങളായിരിക്കണം. ആ രീതിയിൽ സംസാരിച്ച് അത് നമുക്ക് ഇങ്ങനെ ഈ നാച്ചുറലായിട്ടത് വഴങ്ങില്ല. നമുക്കെപ്പോഴും നമുക്കിങ്ങനെ സ്നേഹിതർ ഒരുമിച്ച് കൂടുമ്പോഴും പരിചയമുള്ളവർ ഒരുമിച്ച് കൂടുമ്പോഴും ഒക്കെ നമുക്ക് കളിതമാശകൾ മാത്രമേ വരൂ. നമ്മുടെ നേച്ചർ എപ്പോഴും അങ്ങനെയാണ്. നമ്മളെന്ത് ചെയ്യണം? ഇതൊരു ആത്മീയ പരിശീലനമാണ്. നമ്മളിത് പരിശീലിക്കണം. എപ്പോഴും ആരെങ്കിലും കണ്ടാൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം പറയാൻ പരിശീലിക്കണം. കണ്ടോ? കർത്താവ് കണ്ടോ? അതിൽ യുവമാരെല്ലാം കൂടെ ഈ നാശങ്ങളെല്ലാം കൂടി ഇടിച്ച് കയറി വന്നിരിക്കുകയാണെന്ന് പറയുന്നതിന് പകരം, എല്ലാവരും വന്നോ, വിശ്രമിക്കാൻ ഞങ്ങൾ വന്നതാണ്, ഭക്ഷണം പോലും ഞങ്ങൾ കഴിച്ചിട്ടില്ല, എന്നാലും വാ ഇരിക്ക് എന്ന് പറഞ്ഞിട്ട് പഠിപ്പിക്കാൻ തുടങ്ങി. അടുത്ത വാക്യം എന്തെന്നറിയാമോ? നേരം വൈകിയപ്പോൾ. അപ്പോൾ എത്ര നേരം പഠിപ്പിച്ചു? വൈകുന്നേരം വരെ അങ്ങ് പഠിപ്പിച്ചു. നേരം വൈകിയപ്പോൾ, മിക്കവാറും വൈകുന്നേരം ഒരു 4-5 മണി വരെ അങ്ങ് പഠിപ്പിച്ചെന്ന് വെച്ചോ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, മണിക്കൂറുകൾ അങ്ങ് സംസാരിച്ചുകൊണ്ടിരുന്നു. നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇതൊരു വിജനപ്രദേശമാണല്ലോ, സമയവും വൈകിയിരിക്കുന്നു. ചുറ്റുമുള്ള നാട്ടിൻപുറങ്ങളിലും ഗ്രാമങ്ങളിലും ചെന്ന് എന്തെങ്കിലും വാങ്ങി ഭക്ഷിക്കാൻ അവരെ പറഞ്ഞയക്കുക. ഇത് നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡാണിത്. നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളിൽ നമ്മളെപ്പോഴും സ്വീകരിക്കുന്ന ഒരു സമീപനം ഇതാണ്. അതായത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യം വരികയാണെങ്കിൽ, ഇപ്പോൾ ബുദ്ധിമുട്ടുള്ള ഒരു കേസ് വരികയെന്ന് വെച്ചോ, പ്രയാസമുള്ളൊരു കേസ്, അതായത് 1 പ്രാവശ്യം പറഞ്ഞിട്ട് ഇവന് മനസ്സിലാവുന്നില്ല, 2 പ്രാവശ്യം പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല, അപ്പം നമ്മൾ എന്ത് ചെയ്യും? അവനെ അങ്ങ് പറഞ്ഞു വിട്ടേത്. ഡിസ്മിസ്, ആ വാക്കാണ് ബൈബിളിൽ, ഇംഗ്ലീഷ് ബൈബിൾ ഉപയോഗിക്കുന്നത്. ഡിസ്മിസ് ദ ക്രൗഡ്. അപ്പസ്തോലന്മാർ വന്നിട്ട് ഒരു അപ്പസ്റ്റോലിക് ആറ്റിറ്റ്യൂഡാണിത്. എന്താണിത്? അപ്പസ്തോലന്മാരുടെ ഒരു മനോഭാവമാണിത്. ഈ പ്രയാസമല്ല, ഇത്രയും പേർക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യം നടക്കുന്ന കാര്യമാണോ? ഡിസ്മിസ്, അവരെ വിട്, ഒഴിവാക്ക്. പണ്ടൊരാൾ ഇതുപോലെ ഒഴിവാക്കാൻ നോക്കിയതാണ്. ആര്? അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. കർത്താവ് എന്താ പറഞ്ഞേ? അവളെ ഏറ്റെടുക്കുക. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? പുതിയ നിയമത്തിൻ്റെ ആറ്റിറ്റ്യൂഡുള്ള, പഴയ നിയമത്തിലാണെങ്കിൽ അവരെങ്ങ് പറഞ്ഞ് നമുക്ക് പറ്റത്തില്ല, അവരെങ്ങ് പറഞ്ഞു വിട്. പുതിയ നിയമത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്തെന്നറിയാമോ? നീ ഒന്നുകൂടെ ട്രൈ ചെയ്യ്. പറയുന്നില്ലേ ആ വേലക്കാരൻ, കർത്താവേ ഞാൻ 1 വർഷം കൂടെ വളവിടട്ടെ, വെള്ളം ഒഴിക്കട്ടെ, ഒന്നുകൂടെ, അല്ലേ? വൺസ് മോർ.
ഒരു പ്രാവശ്യം കൂടെ. ഇതാണ് ക്രിസ്ത്യൻ ആറ്റിറ്റ്യൂഡ്. നമുക്ക് പക്ഷേ നമ്മുടെ തലയിൽ കിടക്കുന്ന മുഴുവൻ മറ്റേ സാധനമാണ്. നമ്മളെന്താ ചെയ്യുന്നറിയാം? നമ്മൾ പറയും അത് പറ്റുന്ന കേസല്ലേ, അതൊക്കെ പറഞ്ഞു വിട്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോസ്തലന്മാര് പറഞ്ഞു, കർത്താവേ പറഞ്ഞു വിട് കർത്താവേ, അല്ലേ? വേറെ ഒത്തിരി ഉദാഹരണമുണ്ട് ഇതിന്. ലാസറിൻ്റെ കുഴിമാടത്തിന് മുമ്പേ നിൽക്കും പറയാണ്, 4 ദിവസമായി നാറും, അങ്ങോട്ട് പോണ്ട. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ, നമ്മൾ ഈ നാറുമെന്നോർത്ത് മാറേണ്ടവനല്ല ക്രിസ്ത്യാനി. നാറുന്ന കേസ് മാത്രം പിടിക്കേണ്ടവനാണ് ക്രിസ്ത്യാനി. സത്യം പറഞ്ഞാലേ ഈ എല്ലാം ഈ പഴയ സാധനമാണ് അകത്ത് കിടക്കുന്ന മുഴുവൻ. അത് ഈ നാറ്റക്കേസാവെന്ന് പറഞ്ഞാൽ ചിലത് പിടിക്കില്ലേ നമ്മൾ. അതായത് അത് പ്രശ്നക്കാരാണ്, അച്ഛൻ പോയി അച്ഛൻ കൂടെ നാറത്തേ ഉള്ളൂ. അതല്ലേ ഈ പറയുന്നേ, കർത്താവേ മരിച്ചിട്ട് 4 ദിവസമായി നാറുമെന്നോർത്ത് നമ്മൾ ഒഴിവാക്കിയ എത്രയോ കേസുകളുണ്ട്. സത്യത്തിൽ തെറ്റാണതൊക്കെ, തെറ്റായിരുന്നു. നാറുമെന്നോർത്ത് ഒഴിവാക്കുമല്ല, നമ്മൾ നാറിയാലും അത് ആ കേസ് പിടിക്കണം. ഞാൻ പറയുന്നത് നമ്മൾ ഒരിടത്തും എത്തിയിട്ടില്ല എന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയാൻ വേണ്ടി ഞാൻ പറയുന്നതേ ഉള്ളൂ. നമ്മളൊന്നും ഒരിടത്തും എത്തിയിട്ടില്ല. ഓക്കെ, അപ്പോസ്തലന്മാർ പറഞ്ഞു ഇത് ഒരു വിജനപ്രദേശമാണ്, സമയം വൈകി ലേറ്റായിട്ടിരിക്കുന്നു, ചുറ്റുമുള്ള നാട്ടിൻപുറങ്ങളിലും ഗ്രാമങ്ങളിലും ചെന്ന് എന്തെങ്കിലും വാങ്ങി ഭക്ഷിക്കാൻ അവരെ പറഞ്ഞയക്കാം. ഈശോയോട് ഒന്ന് പറയുകയാണ്, കർത്താവേ ചുമ്മാ ഇതിനെല്ലാം കൂടെ വന്ന് രാത്രി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇരുട്ടാണ്, അസുഖമില്ലാത്തൊക്കെ ഉണ്ട്, കോവിഡ് പോസിറ്റീവൊക്കെ ഉണ്ട് ഈ കൂട്ടത്തിൽ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യമായിട്ട് ചെയ്തേ പറ്റത്തുള്ളൂ, അതുകൊണ്ട് വേഗം പറഞ്ഞു വിട്. അവൻ പ്രതിവചിച്ചു, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുവിൻ. കണ്ടോ, ഇവിടൊക്കെയാണ് സംഭവം അങ്ങോട്ട് മാറുന്നത്. മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ പറയുകയാണ് ഇതൊരു റബ്ബർ എസ്റ്റേറ്റാണ്, ഇവിടെ ഒരു കെട്ടിടം പോലും ഇല്ല, ഇവിടെ ഈ കാട്ടിലൊക്കെ ആര് വരാനാണ്, ഇവിടൊക്കെ എന്ത് ചെയ്യാനാണ്? കർത്താവ് പറയാണ്, നിങ്ങൾ തന്നെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ഇങ്ങനെ 100 ന്യായം പറഞ്ഞ് നമുക്ക് എല്ലാം മാറ്റാൻ പറ്റും. മനസ്സിലായില്ലേ? ഈ ബെന്നി പുന്നത്ര സാറ് ശാലോമിൻ്റെ ആരംഭകാലത്ത് ശാലോം തുടങ്ങുന്ന കാര്യം പറഞ്ഞപ്പോൾ ഒരു 7-8 ആർഗ്യുമെൻറ്റുകൾ ഇത് ചെയ്യരുതെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളിൽ ആരോ പറഞ്ഞതായിട്ട് അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് നടക്കുമോ ബെന്നി? ഗവൺമെൻറ് അനുവാദം തരുമോ? 10-30 ലക്ഷം രൂപ മാസം ഉണ്ടാക്കാൻ പറ്റുമോ? സഭ മുഴുവൻ കൂടി ചാനൽ നടത്തിയിട്ട് അതിൻ്റെ അവസ്ഥ നമുക്ക് അറിഞ്ഞൂടെ? ഒരു അൽമായനെ കൂടെ നടക്കുമോ? പെരുവണ്ണാമൂഴി പോലെ ഒരു പൊട്ടക്കാടിൽ ഇതൊക്കെ നടക്കുമോ? കാറ്റടിച്ചാൽ കരണ്ട് പോകുന്ന സ്ഥലത്ത് നടക്കുമോ ചാനൽ? നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുക. ഡു ഇറ്റ് ബൈ യുവർ സെൽഫ്. നിങ്ങൾ തന്നെ. ഞാൻ ഒരു കാര്യം പറയട്ടെ, കോവിഡ് വന്നത് റെസ്റ്റ് എടുക്കാനുള്ളൊരു സമയമായിട്ട് പലരും കാണുന്നുണ്ട്. ഈ കൊറോണ കാലം 2 കൊല്ലമായി ഇപ്പം റെസ്റ്റ് എടുക്കാൻ തുടങ്ങിയിട്ട്. ഞാനൊരു കാര്യം പറയട്ടെ, കൊറോണ വിശ്രമിക്കാനുള്ള സമയമല്ല, പണിയെടുക്കാനുള്ള സമയമാണ്. ഇനിയെങ്കിലും ഓർത്തോണം അത്. ഈ കോവിഡ് എന്നൊരു കാരണം പറഞ്ഞ് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാതിരിക്കരുത്. കോവിഡ് എന്നൊരു കാരണം പറഞ്ഞ് പള്ളി വരുന്നവനെ തടയരുത്. നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കും. ജനത്തിന് ഭക്ഷണമില്ല, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുവിൻ. ഇനി ഒരു കാര്യം, പലരുടെ ആശ്വാസം എന്താണ്? വെർച്വൽ വേൾഡ്. എന്ത്? ഓൺലൈൻ ഉണ്ടല്ലോ. ഓൺലൈൻ വെർച്വൽ റിയലിന് റീപ്ലേസ്മെൻ്റ് അല്ല എന്ന് പറഞ്ഞാൽ ഈ TV കുർബാന നടക്കുന്നുണ്ട്, പള്ളി അടച്ചിട്ടാന്ന് ആരും വിചാരിക്കരുത്. ഇപ്പോഴും അടഞ്ഞു കിടക്കുന്ന പള്ളികളുണ്ട്, ഇപ്പോഴും തുറന്നിട്ടില്ലാത്ത പള്ളികളുണ്ട്. കഷ്ടമാണ്, നാണക്കേടാണ്. അതായത് തുറക്കണം. ഞാൻ പറയുന്നത് നിങ്ങൾ ഗവൺമെൻറ്റിൻ്റെ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടെന്നൊന്നുമല്ല, പക്ഷെ ഈ കാരണം പറഞ്ഞ് മാളത്തിൽ ഒളിച്ചവർ പുറത്തു വരണം. ഈ കാരണം പറഞ്ഞ് ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുന്നവർ ആ ഗേറ്റ് ഒന്ന് തുറക്കണം. ഈ കാരണം പറഞ്ഞ് ജനത്തെ മാറ്റി നിർത്തിയവർ ജനത്തിന് ആ വാതിൽ തുറന്നു കൊടുക്കണം.
അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കണം. ചെറിയ കാര്യമല്ല, വേറൊരു കാര്യം കൂടെ ഉണ്ട്. മാമോദീസ മുങ്ങി ഈ സഭക്കകത്തേക്ക് വന്നവന് ഭക്ഷണം കൊടുക്കാൻ. എന്ത് ഭക്ഷണം? വചനം കൊടുക്കാൻ, പഠിപ്പിക്കാൻ. കത്തോലിക്ക തിരുസഭയുടെ അപ്പസ്തോലിക സഭയുടെ അടിസ്ഥാന പ്രമാണങ്ങൾ വിശദീകരിച്ച് പഠിപ്പിക്കാനുള്ള ബാധ്യതയുള്ളവർ ഇനി മാളത്തിൽ ഒളിച്ചു നിൽക്കരുത്. കൊറോണ എന്ന് പറഞ്ഞിട്ട് മനസ്സിലായോ? എല്ലാ മുറിക്കകത്തിരുന്ന് ചെയ്യേണ്ട, പുറത്തിറങ്ങി ചെയ്യാൻ പറ്റുന്ന 10,000 കാര്യങ്ങൾ ഇപ്പോഴും ഉണ്ട്. അത് ചെയ്യാത്തത് എന്താണ്? ഇപ്പോഴും ഉണ്ട് പുറത്തിറങ്ങി ചെയ്യാൻ പറ്റുന്ന അനേക കാര്യങ്ങൾ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. ചതി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് കർത്താവ് പറയാണ്, അങ്ങനെ നിങ്ങളങ്ങ് ഒഴിവാക്കാമെന്ന് വിചാരിക്കേണ്ട. ഈ ന്യായം പറഞ്ഞിട്ടേ, ഈ കൊറോണ എന്ന് പറഞ്ഞ് നിങ്ങൾ അങ്ങനെ അങ്ങ് ഒഴിവാക്കാൻ നോക്കണ്ട. കൊടുക്ക്, അവർക്ക് ഭക്ഷണം കൊടുക്ക്. അവർക്ക് പറ്റുന്ന വിധത്തിൽ ഈ സാഹചര്യത്തിൻ്റെ പരിമിതിക്കകത്തു നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ചെയ്യ്. അപ്പോൾ അവർ പറഞ്ഞു, എന്നാൽ പിന്നെ ഭയങ്കര ബുദ്ധിമാന്മാരാണ് അവർ. അടുത്ത സൊല്യൂഷൻ, ഹ്യൂമൻ മൈൻഡിൽ അടുത്ത സൊല്യൂഷൻ വന്നു. എന്താണ് സൊല്യൂഷൻ? അവർ പറഞ്ഞു, എന്നാൽ പിന്നെ ഞങ്ങൾ ചെന്ന് 200 ദനാറയ്ക്ക് അപ്പം വാങ്ങിക്കൊണ്ട് വന്ന് അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കട്ടെ. 365 ഒക്കെ ദനാറയാണ്, അല്ലെങ്കിൽ ഏതാണ്ട് ഒരു വർഷത്തെ വേതനമാണ് 300 ദനാറ. കൂട്ടിക്കോ, 200 ദനാറ എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൻ്റെ പരമാവധി ദിവസങ്ങൾ, ഭൂരിപക്ഷം ദിവസങ്ങളും ജോലി ചെയ്താൽ കിട്ടുന്ന ഏതാണ്ട് ഒരു കൊല്ലത്തെ വേതനം, ഒരുത്തൻ്റെ ജോലിക്കൂലി. അത്രയും പൈസയ്ക്ക് ഞങ്ങൾ പോയി 200 ദനാറയ്ക്ക്. ഇവരെ ഉണ്ടോ ഇത്? 200 ദനാറ ഉണ്ടോയെന്നറിയില്ല. പക്ഷേ പറയുകയാണ്, ഞങ്ങൾ കടയിൽ നിന്ന് പോയി, അല്ലേ കടം വാങ്ങിച്ചോ, പറ്റിൽ കുറിപ്പിച്ചോ, എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ ചെയ്യട്ടെ. ഇതാണ് നമ്മുടെ അടുത്ത സൊല്യൂഷൻ. അടുത്ത സൊല്യൂഷൻ എന്താണ്? നമ്മുടെ ഇരിക്കുന്ന എടുക്കത്തില്ല, നമ്മളൊരു കുറി അടിച്ചിറങ്ങും. അതേ, ഒരു പാവപ്പെട്ടവൻ തളർന്ന് കിടക്കുകയാണേ, ഒന്ന് സഹായിക്കണേ. എന്നിട്ട് നമ്മളത് വാങ്ങിച്ചു കൊടുക്കുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ്. ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കട്ടെ. വാങ്ങിച്ചു കൊടുക്കുന്നതിന് തെറ്റൊന്നുമില്ല. വാങ്ങിച്ചു കൊടുക്കുന്നതിന് മുമ്പ് നിൻ്റെയിലുള്ളത് അവസാനത്തേതും എടുത്തിരിക്കണം. അങ്ങനൊരു സാധനമുണ്ട്. വാങ്ങിച്ചു കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ വാങ്ങിച്ചു കൊടുക്കുന്നത് ഒരു ബിസിനസ്സാക്കിയ ആളുകളുണ്ട്. തെറ്റൊന്നുമില്ല വാങ്ങിച്ചു കൊടുക്കുന്നതിൽ. പക്ഷേ വാങ്ങിക്കൊടുക്കും മുമ്പ് ഒരു കാര്യം ഓർക്കണം, നിൻ്റെയിലുള്ളതെല്ലാം എടുത്തോ. കർത്താവ് അവരോട് പറയുകയാണ്, പോയി നോക്കാൻ പറഞ്ഞു. എന്ത്? നിങ്ങളുടെ കൈവശം എത്ര അപ്പം ഉണ്ട്, അത് നോക്കിയിട്ട് വരാൻ പറഞ്ഞു. നിങ്ങളുടെ കൈവശം. ഞാൻ പറയട്ടെ, അവർ ചെന്ന് നോക്കിയിട്ട് പറഞ്ഞു 5 അപ്പവും 2 മീനും. ഇവിടാണ് ആ സംഭവം. ശരിക്കും ഇത് മനസ്സിലാക്കണം കേട്ടോ. അതായത് നമ്മുടെ കയ്യിലുള്ളത് അങ്ങ് കൊടുക്കണം. നമ്മുടെ കയ്യിൽ ഒന്നുമില്ലെന്ന് വെച്ചോ, നമുക്കാകെ ഉള്ളതൊരു മനസ്സാണ്, ഒരു ആഗ്രഹമാണ്, ഒരു വിശ്വാസമാണ്. അതങ്ങ് കൊടുക്കണം. കർത്താവേ, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഒരു ചക്കച്ചുള പോലും എൻ്റെ കയ്യിലില്ല, ഒന്നുമില്ല. പക്ഷേ ഞാൻ അങ്ങ് വിശ്വസിക്കുകയാണ്. എന്താണ്? ഞാൻ വിശ്വസിക്കും. വലിയ വലിയ കാര്യങ്ങൾ അങ്ങ് വിശ്വസിക്കണം. എന്ത് വലിയ കാര്യം? എന്താ വിശ്വസിക്കണ്ടേ? ഒരു 10,000 പേരെ നിർത്തി ധ്യാനിപ്പിക്കാൻ പറ്റുന്ന ഒരു സംരംഭം ഞാനങ്ങ് വിശ്വസിക്കുകയാണ്. കയ്യിലൊരു ചക്കച്ചുള പോലും ഇല്ല. മനസ്സിലായില്ലേ? ഒറീസായിൽ ഒരു 5 പള്ളി. മനസ്സിലായില്ലേ? കയ്യിലൊരു ചക്കച്ചുളയില്ല, ഒറീസായിൽ ഒരു 5 പള്ളി അങ്ങ് വിശ്വസിക്കുകയാണ്. മനസ്സിലായില്ലേ? ഒറീസായി ചെന്നിട്ട് അവിടെ ഒരു അച്ഛനോട് പറയുകയാണ്, ഞാൻ പറയുകയാണ്, ഏതെങ്കിലും ഒരാൾ ചെന്നിട്ട് പറയുകയാണ്, അച്ഛാ എൻ്റെ കയ്യിൽ ഒരു 500 രൂപയേ ഉള്ളൂ, പക്ഷേ ഞാൻ അച്ഛനൊരു 5 പള്ളി പണിഞ്ഞു തരാം. നിൻ്റെ കയ്യിൽ എന്നാ ഉണ്ട്? എൻ്റെ കയ്യിൽ ഒരു 2000 രൂപയുണ്ട്. ആ 2000 അങ്ങോട്ട് വെക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ 5 പള്ളിക്കുള്ള പൈസ തന്നെ വരും. മനസ്സിലായി? നമ്മുടെ കയ്യിൽ എന്നാ ഉണ്ട്? കടയിൽ നിന്ന് വാങ്ങിക്കാൻ നല്ലവരീ പറയുന്നത്. നമുക്ക് കൂപ്പൺ അടിച്ച് വിതരണം ചെയ്ത് കുറി അടിച്ച് പിരിക്കാൻ നല്ല പറയുന്നത്, ബക്കറ്റുമായിട്ട് ഇറങ്ങാൻ നല്ല പറയുന്നത്. കർത്താവേ,
നീ ഉണ്ടല്ലോ ഇവിടെ, നീ ഞങ്ങളുടെ മുമ്പിലുണ്ടല്ലോ, നീ ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ, ഇതാ ഞങ്ങളുടെ കയ്യിൽ ഇതുണ്ട്, ഞങ്ങൾ ഇതായിട്ട് ഇറങ്ങുകയാണ്, ബാക്കിയുള്ളത് വരും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അവൻ ചോദിച്ചു, നിങ്ങളുടെ കൈവശം എത്ര അപ്പമുണ്ട്, ചെന്ന് നോക്കുവിൻ. അവർ ചെന്ന് നോക്കിയിട്ട് പറഞ്ഞു, 5 അപ്പവും 2 മീനും. നമുക്ക് തൽക്കാലം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. കർത്താവ് നമുക്കിത് ഒത്തിരി സമയമെടുത്ത് വിശദീകരിക്കേണ്ട വാക്യങ്ങളാണ്, ഓരോന്ന് വിശദീകരിക്കണം. അതുകൊണ്ട് നമ്മൾ അല്പം ദീർഘമായിട്ട് പോവുകയാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി കാണാം. പരിശുദ്ധ അമ്മേ, അമ്മയുടെ വലിയ മാധ്യസ്ഥത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ.